അച്ഛൻ തിരുമേനിക്ക് നല്ല സുഖമില്ല. തൊണ്ടയ്ക്കൊക്കെ ഒരു വേദനയും ശരീരത്തിനൊരു ക്ഷീണവും ചെറിയൊരു പനിക്കോളും ഒക്കെ. എന്നാലും കണ്ണനൊരു കുറവും വരാത്ത വിധം പാടില്ലെങ്കിലും അച്ഛൻ തിരുമേനി എല്ലാം വൃത്തിയായി ചെയ്തു വയ്ക്കും. അച്ഛൻ തിരുമേനിക്ക് കണ്ണനാണല്ലോ എല്ലാം. കണ്ണനും അങ്ങനെ തന്നെ. അച്ഛൻ തിരുമേനിയുടെ മുഖം ഒന്ന് വാടിയാൽ മാത്രം മതി, കണ്ണൻ അപ്പം അറിയാൻ സാധിക്കും. എന്താ അച്ഛൻ തിരുമേനി, ക്ഷീണമാണല്ലോ? ഒന്നുമില്ല ഉണ്ണി, നല്ല മഞ്ഞല്ലേ, കാലാവസ്ഥയുടെ ആകും, ചെറിയൊരു പനിക്കോള്. അച്ഛൻ തിരുമേനി ഇനിയും പണിയൊന്നും എടുക്കണ്ട കേട്ടോ, ഇവിടെ വന്ന് കിടന്നോളൂ, അല്പം നേരം വിശ്രമിച്ചോളൂ. ഏയ്, പൂജകളൊക്കെ കഴിഞ്ഞ് തൃപ്പുകയും കഴിഞ്ഞ് ഞാൻ കിടന്നോളാം. കണ്ണൻ അച്ഛൻ തിരുമേനിയുടെ മുഖത്തേക്കൊന്ന് നോക്കി. പാവം, രാപകൽ ഗുരുവായൂരപ്പാ ശരണം എന്ന് പറഞ്ഞ് ശ്വസിക്കുന്ന അങ്ങനെ ഒരു പുണ്യജന്മം. ശരി ശരി. പൂജകളൊക്കെ കഴിഞ്ഞ് തൃപ്പുകയും കഴിഞ്ഞ് നട അടയ്ക്കാറായപ്പോൾ കണ്ണൻ വിളിച്ചു, അച്ഛൻ തിരുമേനി. എന്താ കണ്ണാ? ഇന്നിവിടെ കിടന്നോളൂ, അല്പസമയം എൻ്റെ മടിയിൽ കിടന്നോളൂ, ക്ഷീണമൊക്കെ മാറും. അച്ഛൻ തിരുമേനിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. വൈകുണ്ഠനാഥ, അങ്ങീ പാവ അച്ഛൻ തിരുമേനിയെ എത്രമാത്രം സ്നേഹിക്കുന്നു. പൊന്നുണ്ണി കണ്ണാ. കണ്ണൻ അച്ഛൻ തിരുമേനിയെ മടിയിൽ കിടത്തി. ആ നെറ്റി ഒന്ന് തലോടി. തിരുമേനിയുടെ കണ്ണുകൾ അടഞ്ഞു. സമാധാനമായി ഉറങ്ങിക്കോളൂ. അച്ഛൻ തിരുമേനിയുടെ ശ്വാസം സമാധാനത്തോടെ താളമിട്ടപ്പോൾ കണ്ണൻ മൗനമായി ചിരിച്ചു. ഭക്തിയുടെ ക്ഷീണം പോലും അവന് പ്രിയമാണ്. കാരണം അത് അവനിലേക്കുള്ള സമർപ്പണത്തിൻ്റെ അടയാളമാണ്. നാമം മാത്രം ചൊല്ലിയാലും ഹൃദയം നിറയെ സ്നേഹിച്ചാലും കണ്ണൻ തൻ്റെ ഭക്തരെ കൈവിടില്ലെന്ന സത്യം അച്ഛൻ തിരുമേനിയുടെ ഉറക്കത്തിലൂടെ ലോകം വീണ്ടും അറിഞ്ഞു. ഗുരുവായൂരപ്പാ ശരണം എന്നൊരു ശ്വാസം, കണ്ണാ എന്നൊരു ആശ്രയം, അത്രേ വേണ്ടു. അവൻ്റെ സാന്നിധ്യത്തിൽ ദുഃഖം ലയിക്കും, ക്ഷീണം മാറും, ആത്മാവിന് വൈകുണ്ഠ സുഖം ലഭിക്കും. ഭക്തരെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും അവരെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്ന പൊന്നു ഗുരുവായൂരപ്പാ, എന്നും എപ്പോഴും കൂടെ ഉണ്ടാവണേ കണ്ണാ. സർവം കൃഷ്ണാർപ്പണമസ്തു.